ഹായ്, എന്തൊക്കെ 2 ദിവസമല്ലേ കണ്ടിട്ട്? എൻ്റെ ലൈഫിലെ ആരൊക്കെയോ ആയി വന്ന് ഇപ്പം ആരും അല്ലാതായി മാറിയ 2 വ്യക്തികളുണ്ട് കേട്ടോ. ഞാൻ HSൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് 2 നല്ല സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടാളും കപ്പിൾസാണ്. ഞാൻ ഓരോ സെറ്റാക്കി കൊടുത്ത ആളും. ഇവർ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടായിരുന്നു ഓരോ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അതിന് നല്ല രീതിയിൽ സപ്പോർട്ടായിട്ട് ഞാനും ഉണ്ടായിരുന്നു. ഇവളെ വീട്ടിൽ പിടിച്ചപ്പോഴും ഓള് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നിട്ടോ. ഓളമ്മ പറഞ്ഞ ഡയലോഗ് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് കേട്ടോ. കൊക്കിന് ജീവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓളെ ഞാൻ അവനക്ക് കെട്ടിച്ചെടുക്കില്ലെന്ന്. ആ ഓളിപ്പോൾ എൻ്റെ ഭാര്യയാണ്. ഇവർക്ക് രണ്ടാൾക്കും വേണ്ടിയിട്ട് നല്ല രീതിയിൽ ചീത്ത ഓളെ വീട്ടിൽ നിന്നും എൻ്റെ വീട്ടിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ട്. അതിലൊന്നും എനിക്കൊരു പ്രശ്നമില്ല, കാരണം ഓൾക്ക് വേണ്ടിയിട്ടല്ലേ. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയത് എന്താ വെച്ചാൽ ഇവർ രണ്ടാളെ വീട്ടിലും സെറ്റായി. അതിനുശേഷം രണ്ടാളിനോട് നല്ല രീതിയിൽ ഗ്യാപ്പിടൽ തുടങ്ങി. ഞങ്ങൾ ഈ ഫ്രണ്ട്ഷിപ്പ് കണ്ട അധികം ആൾക്കാരും ഇവൻ്റെ ക്ലാസ് പഠിക്കുന്ന ആൾക്കാരും എൻ്റെ ക്ലാസ് പഠിക്കുന്ന ആൾക്കാരും എന്നോട് പറഞ്ഞു, ഓൻ്റെ ആവശ്യം കയ്യോളം ഉണ്ടാവുള്ളൂ, ചുമ്മാ വെറുതെ ഓരോ കൂടെ നടക്കണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ കഴിഞ്ഞിട്ട് എൻ്റെ ഫോണിലേക്ക് പെട്ടെന്നൊരു മെസ്സേജാ, നിക്കാഹ് ശരിയായിട്ടോ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ആരെ നിക്കാഹ്? ഞങ്ങളെ നിക്കാഹ് ശരിയായിട്ടോ പറഞ്ഞു. എനിക്ക് ശരിക്കും നല്ല സങ്കടമൊക്കെ ആയി. പക്ഷെ ഞാൻ ഒന്നും മിണ്ടില്ല, ഓക്കെ അല്ലെന്നില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവരെന്നോട് കല്യാണം പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഓരോ ബ്രൈഡ് ടു ബിക്ക് എന്നോട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ഭയങ്കര പൂതിച്ച് ഹസ്ബൻഡിനൊക്കെ പണിസ്ഥലത്ത് നിന്ന് വിളിച്ചിരുത്തി അവിടേക്ക് പോയി. അവിടെ നല്ല അഡപടൽ ഇന്നൊരു 3D ആക്കി. സത്യം പറഞ്ഞാൽ നല്ല കരച്ചിലൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഓൻ കാണുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കരയാതിരിക്കുന്നു. കാരണം എന്നെ വിളിച്ച പരിപാടി, അതായത് ഓളെ ബ്രൈഡ് ടു ബി രാവിലെ കഴിഞ്ഞു, ഇനി വേറൊരു ഫോട്ടോഷൂട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 2-3 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യണം പറഞ്ഞു. കുട്ടീനെ ഉറക്കി ഓനെ പണിസ്ഥലത്ത് നിന്ന് വന്ന ഞാൻ പെട്ടെന്ന് കേട്ടത് അതാ. പക്ഷെ ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ല, ഞാൻ മിണ്ടാണ്ട് തിരിച്ച് വീട്ടിൽ പോന്നു. ഇവരെ കല്യാണത്തിനും അത്ര നല്ല ഓർമ്മ ഒന്നല്ല എനിക്കുണ്ടായത്. ഞാനിന്ന് ഇവരെ രണ്ടാളും സ്വപ്നം കണ്ടു. ഈ വീഡിയോ ഇവർ രണ്ടാൾ കാണുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇവർ രണ്ടാളും ഫ്രണ്ട്ഷിപ്പ് ഞാൻ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പ് എന്നൊന്നും ഇതിനെ പറയാൻ പറ്റില്ല, ഇവരെ രണ്ടാളെ കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ബന്ധം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് തരികയാണെങ്കിൽ ഈ ഷെയർ ചെയ്യപ്പെട്ട ആളോടാണ് എനിക്ക് പറയാനുള്ളത്, ഇയാൾ നിങ്ങൾ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. പരിഗണിച്ചിട്ടില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് മെസ്സേജ് അയച്ച് വിളിച്ച് ചോദിച്ചാൽ അതുവരെ ഒരുപാട് സന്തോഷിപ്പിക്കും. അപ്പോൾ ശരി, പിന്നെ കാണാം.